തന്നുയിരേ പാപികൾക്കായി തന്നവനാം നീനിയോ തന്നുയിരേ പാപികൾക്കായി തന്നവനാം നീനിയം തള്ളിടുമോ ഏഴയെന്നെ തീരുമോ നേ സ്നേഹമെന്നിൽ തള്ളിടുമോ ഏഴയെന്നെ തീരുമോ നേ സ്നേഹമെന്നിൽ അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദകൃപാ പെരും നദിയേ അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദകൃപാ പെരും നദിയേ പാരിടമാം പാഴ്മണലിൽ പാർത്തിടും ഞാൻ നീന്തണലിൽ പാരിടമാം പാഴ്മണലിൽ പാർത്തിടും ഞാൻ നീന്തണലിൽ മരണദിന വരുമളവിൽ മറഞ്ഞിടും ഞാൻ നിൻ മാർവിടത്തിൽ മരണദിന വരുമളവിൽ മറഞ്ഞിടും ഞാൻ നിൻ മാർവിടത്തിൽ അനുഗ്രഹത്തിൽ അധിപതിയേ ആനന്ദകൃപാ പെരും നദിയേ അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദകൃപാ പെരും നദിയേ തിരുക്കരങ്ങൾ തരുന്ന നല്ല ശിക്ഷയിൽ ഞാൻ പതറുകില്ല തിരുക്കരങ്ങൾ തരുന്ന നല്ല ശിക്ഷയിൽ ഞാൻ പതറുകില്ല മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിൻ പ്രകാശനങ്ങൾ മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിൻ പ്രകാശനങ്ങൾ അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദകൃപാ പെരും നദിയേ അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദകൃപാ പെരും നദിയേ വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ ഹൃദയം വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ ഹൃദയം വല്ലഭൻ നീഭയം വന്നിടുമോ പിന്നെ ഭയം വല്ലഭൻ നീഭയം വന്നിടുമോ പിന്നെ ഭയം അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദകൃപാ പെരും നദിയേ അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദകൃപാ പെരും നദിയേ ചാലക്കുടി ഒന്നെങ്കിൽ ഈ പാലം അല്ലെങ്കിൽ ആ പാലം ഏതോ അടുത്ത ദിവസം കിണാപ്പള്ളി വരുമിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിയും വരുമിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ
കുരിശിൻ അരികിൽ വരുവിൻ യേശുവിൻ അരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിയിൽ കൃപമേൽ കൃപയാർന്നിടുവാൻ നമ്മൾ പരമപദം ചേർന്നിടുവാൻ കൃപമേൽ കൃപയാർന്നിടുവാൻ നമ്മൾ പരമപദം ചേർന്നിടുവാൻ ധരയിൽ നടന്നതൻ ചരണം നമ്മൾക്കരുളോ ശാശ്വത ശരണ ധരയിൽ നടന്നതൻ ചരണ നമ്മൾക്കരുളും ശാശ്വത ചരണ അവൻ്റെ ഒരു ഇന്നോവ വണ്ടി 4 ഇൻഡിക്ക് എടുത്തോണ്ട് നാട്ടുകാരെ കൂടെ പറ്റുന്നത് മറ്റേ സിനിമയിലാണ് അവൻ്റെ ഒരു ഇന്നോവ എൻ്റെ ഒരു ഫോർച്യൂൺ മറ്റേ പഞ്ചയൊന്നും എടുത്തോണ്ട് പോയാലുള്ളത് അവിടെ ഒരു ഒന്ന് എടുത്തോണ്ട് പോയതാണ് കൃത്യം കൊണ്ടുവന്നു അതെങ്ങനെയുണ്ട് വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല അതൊരു സുഖമില്ലാത്ത ഓവർടേക്കിങ് അൺനെസസറി ഓവർടേക്കിങ് ഇപ്പോഴതിനക്കാരുടെ 3 പേര് എന്റെ പുറകെ പിടിക്കുവോ റൈറ്റ് കയറാൻ നോക്കുവാ ചേട്ടായി ആ റൈറ്റ് കയറാൻ നോക്കടാ നടുക്കേക്കണേ പോട്ടെ നടുക്കേക്കണേ കേട്ടെ പോട്ടെ എടാ പുതിയ താറ് 5 ഡോർ ആ കയറിയോ ഇന്നോവ കയറിയോ അപ്പം തന്നെ അവൻ മൂപ്പിക്കുക നമ്മളെ മൂത്തിക്കോട്ടെ നമ്മൾ നോക്കണ്ട കേട്ടോ മൂത്തി എത്രയൊക്കെ മൂത്തോളൂ എനിക്കറിയാം 5 ഡോർ എങ്ങനെ ഇന്നോവ അല്ല മറ്റേ ഇത് താറ് 5 ഡോർ അതിന് പോകാണ്ടുള്ളതല്ലേ പക്ഷെ വണ്ടി എങ്ങനെയാണ് നോക്കിയാൽ രസമല്ലേ നല്ല വീതിയല്ലേ വണ്ടി നമ്മളിപ്പോൾ പക്ഷെ കംപ്ലൈൻ്റ് കൂടുതലാന്ന് പറയണം നമ്മുടെ 5 ഡോർ കംപ്ലൈൻ്റാ ഇതെന്തുടാ പോയി ബ്ലോക്കോ ചെറിയ ചെറിയ ബ്ലോക്കുകൾ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ മറ്റേ പറയണ്ടപ്പാ അത് തന്നെ പറഞ്ഞു ചെറിയ ചെറിയ ബ്ലോക്കുകൾ ചിലത് 1 കിലോമീറ്റർ നമുക്ക് കേട്ടോ ചിലത് 2 കിലോമീറ്റർ അങ്ങനെ
ഇങ്ങനെ പല പല അളവുകളിൽ കാണും. നിങ്ങളാരും ഭയപ്പെടേണ്ട, എല്ലാം ശരിയാവും. LDF വരും, എല്ലാം ശരിയാവും. LDF വരൂല. കണ്ടോ നാട്ടാരേ കണ്ടോ നാട്ടാരേ. ആവോ എന്താണ് ഇത്? അല്ല പറഞ്ഞ നല്ല ക്യൂ വന്ന് നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞതല്ലേ. നമുക്കില്ലടാ. ആ സൈഡിൽ വല്ല പെരുന്നാൾ ഉത്സവം നടക്കുന്നുണ്ടോ അറിയില്ല. ഓ ന്യായമായ ദൂരം ഉണ്ട് കേട്ടോ. ഭാഗ്യവാന്മാര് നമ്മള്. ആരാത്? അതിനറിയാം, ആ റോഡ് പഴിച്ചിങ്ങുണ്ട്. വണ്ടി പാളി പോകും. ഇവിടെയായിരുന്നു വെയിറ്റിംഗ് അല്ലേ. സ്ലോ. സാറ് വട്ടം കയറി നിൽക്കുക. നോക്കാരനാണോ? നോക്കണം. KL 75 E 32 22 മേടിച്ചായിരുന്നെങ്കിലും അല്ലെ 32 മേടിച്ചാലും മതി. 75 മേടിച്ചാലും മതി. അവന്റെ വണ്ടി, അവന്റെ കാശ്, അവന് ഇഷ്ടമുള്ള നമ്പർ. 639 നല്ല നമ്പറാണ്, അടിപൊളി നമ്പറാണ്. 22 ഇട്ടാണ് 8 ഇട്ടാണ്. 8 കിട്ടിയ വണ്ടി മുന്നോട്ട് പോകില്ലേ, ബാക്കിലേക്ക് പോകും. അല്ല 8 തട്ടുന്നാ പറയണേ. പക്ഷെ 8 തട്ടും. ചിലവർക്ക് അത് ലക്കി നമ്പറായിട്ട് മേളിലേക്കെല്ലാണ്ടത്, ബാക്കിയെല്ലാം കീപ്പോട്ടും ഇതെല്ലാം വന്നത്. മനസ്സിലായില്ല. മേപ്പോട്ടല്ല വന്നോ? ആ എടാ 8 എഴുതി തരുമ്പോഴേ മേളിലേക്ക് തന്നെ 8 വരുന്നത്. ചിലവർക്ക് അത് കയറ്റായിരിക്കും, ചിലവർക്ക് അത് നിങ്ങൾ അറിഞ്ഞു നാട്ടാരേ. അവൻ വണ്ടി മേടിച്ചാൽ 32 62 61 61. കണ്ടുപിടിക്കട്ടെ. കണ്ടുപിടിക്കും. നിങ്ങളറിഞ്ഞു നാട്ടാരേ. കുറെ കാലത്ത് രാഷ്ട്രീയ കൊലപാതകങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ. എല്ലാവർക്കും മടുത്തു തോന്നും. പരമ ബോറായി തുടങ്ങി. പോലീസാണല്ലോ. അപ്പുറം വല്ലതും നടന്നപ്പോ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിനം തന്നിലാതെ പിതാക്കൻ വാഴ്ത്തിയിടും ഞാൻ എൻ്റെ രക്ഷകരെ സ്തോത്രം ചെയ്യും തന്നെ. അപ്പച്ചൻ ഈ സമയത്തും വണ്ടി ഓടിച്ചിട്ട് എടുക്കും. വിശ്വാസത്താലേ പാടുക നീ മനമേ ജയമായി സ്തോത്രീതം പാടുക നീ മനമേ ജയമായി
എല്ലാ ഭാരങ്ങളും ചുമക്ക എന്നും താങ്ങി എന്നെ നടത്തു എല്ലാ ഭാരങ്ങളും ചുമക്ക എന്നും താങ്ങി എന്നെ നടത്തു ഭവനം എത്തി വിശ്രമിക്കും. പാടിയതാണോ കണ്ടേ? പിന്നെ തെറ്റിച്ചു പാടിയിട്ട് എന്ത് കാര്യം? കേൾക്കണ ആൾക്കാരല്ലേ ചീത്ത പറയും. അറിയാമല്ലോ മിണ്ടാണ്ടിരിക്കണത്. കയറി ഇറങ്ങിണ്ടല്ലോ പോയാലോ? എന്നാ ലോറി കെട്ടിയതാന്ന് പോയാലോ? എന്താ പട്ടി ട്രാൻസ്പോർട്ടിന്റെ മൂലം കൊണ്ട് ഒരു ലോറി അപ്പുറത്തേക്ക് കയറിയില്ലേ? അത് ഇതൊന്നല്ല ഇവിടെ. അത് തൃശ്ശൂർ ആ ഏരിയയിൽ വെച്ചാ? അല്ലല്ല ഇവിടെ അങ്കമാലി തൃശ്ശൂർ കിടക്കാം. ആണോ? എന്നാ അതായിരിക്കോട്ടോ. അല്ല അത് അവന് ശരിക്കും കേസായിട്ടുണ്ടാവല്ലോ. അതെ ആർക്ക്? KSRTC-കാരന് ലോറിക്കാരനെ അല്പം പണി കിട്ടുക. അവൻ ലോഡ് വണ്ടി മറ്റേ ഈ ട്രാക്കിടെ പോകാൻ പാടുള്ളൂ. ലെഫ്റ്റ് സൈഡ് ആ റൈറ്റ് സൈഡ് ചേർന്നാ പോയെ സ്പീഡ് ട്രാക്കിടെ. പക്ഷെ ഈ രണ്ട് ട്രാക്ക് ഉള്ളിടത്ത് ഇപ്പോൾ സ്പീഡ് ട്രാക്ക് ഉണ്ട്, സ്ലോ ട്രാക്ക് ഉണ്ട്. ഒക്കെ നിയമം ബൈലൊക്കെ ഇതിലുണ്ട്. ഫൈനെല്ലാം ഈടാക്കുകയും ചെയ്തിട്ട് റോഡ് സൗകര്യങ്ങൾ അതായത് ആക്കിയിട്ടിട്ടാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം നമ്മളിപ്പോൾ കുറ്റിപ്പുറത്തുനിന്ന് കോഴിക്കോട് വരെയുള്ള ട്രാവലിങ്ങിലേ ഉറക്കം വന്നാൽ നമ്മൾ എവിടെ കയറി കിടക്കും? ഒന്നും ചെയ്യാനില്ല. ഹൈവേയിൽ ഇടാൻ പാടില്ലെന്ന് തോന്നുന്നു. എക്സ്പ്രസ് ഹൈവേയിൽ ഇടാൻ പാടില്ലെന്ന് തോന്നുന്നു. എക്സ്പ്രസ് ഹൈവേയിൽ വണ്ടി ഇടാൻ പറ്റില്ല. അപ്പോൾ സർവീസ് റോഡിലാണെങ്കിൽ ഒരു വണ്ടി കഷ്ടിയേ പോകാനുള്ളൂ. പിന്നെ ഇത് എവിടെ കൊണ്ടുപോയിട്ടിടും? അപ്പോൾ ആൾക്കാർക്ക് ദേഷ്യം പോകാൻ ആ വണ്ടി കൊണ്ട് ഒരു ഇടിക്കും. അത്ര ആൾക്കാരുടെ അതിൽ കാശ് പോക്കറ്റ് കിട്ടുന്ന കാശ് മേടിക്കാനുള്ള വഴി റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രമാത്രം വണ്ടികൾ ഓർമ്മ റൂട്ടാണ്. പക്ഷെ ചില സ്ഥലങ്ങളിൽ അത്യാവശ്യം വീതിയിലുള്ളത് മാർക്കൊക്കെ കിട്ടണ്ട. അത് എന്തിനാണാവും? മറ്റേ ഇതില്ലേ, മറ്റേ എൻട്രി എക്സിറ്റ് അതിന്റെ ഫ്രണ്ടിൽ ബാക്കിലിടാന്ന് എനിക്ക് തോന്നുന്നു. അതിന് കുറച്ചേടെ അവിടെ അറിയാമോ? നമുക്ക് ഉറപ്പായിട്ട് അറിയാൻ പറഞ്ഞാണ്ട് നമ്മൾ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ആരോടെ വിളിച്ചിരിക്കണേ? അത് ഹൈവേക്കാരുടെ 10 പേരോട് ചോദിച്ചാൽ അവർ 10 രീതിയിലായിരിക്കും പറഞ്ഞു. അവർക്ക് തന്നെ അറിയാൻ പാടില്ല എന്തിനാന്ന്. ചേട്ടാ സൈഡ് പോ, തള്ളും കേട്ടാ. എന്നാ ചേട്ടാ ഒരുമാതിരി ഫാമിലി പതുക്കെ മനമേ പക്ഷിഗണങ്ങളുണർന്നിത കല്യാണിന്റെ വണ്ടിയാണോ അജിമിയുടെ വണ്ടിയാണോ? അജിമിയുടെ വണ്ടി ഇത്ര വൃത്തിയായിട്ട വണ്ടിയൊന്നുമില്ല. നീ അപ്പൊ കല്യാണിന്റെ അജിമിയുടെ വണ്ടി കൈ കഴിച്ചേ തൊള്ളൂ. ഒരു ചെറിയ വണ്ടി ഉണ്ട് അവർക്ക്. അപ്പോൾ ബാക്കിൽ അവരുടെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ട്രംപ്ലൈനായിട്ട് അങ്ങനെ അവർ കൊണ്ടുകൊടുക്കാറില്ല. വണ്ടി കണ്ട വണ്ടിയായിട്ട് തോന്നും. നമ്മുടെ ഫ്രണ്ടിൽ കയറി വന്ന ഇന്നോവയിലത് ബ്ലാക്ക് അല്ലേ? സുപ്രഭാതം
അറിവിൻ സുപ്രഭാതത്തിൽ. ചേട്ടാ, ഞാൻ നിന്റെ പുറകെ പിടിച്ചു വന്നൊരു സെറ്റാ ചെയ്തിട്ടുള്ളൂ. ലെഫ്റ്റ് സൈഡ് പിടിച്ചോട്ടോ. കംപ്ലീറ്റ് പ്ലെയിൻ. അവന്റെ ഒരു നമ്പർ കാര്യങ്ങളൊന്നും. പോട്ടെ 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 പോട്ടെ. വണ്ടി ഷോറൂമിൽ ഇറക്കിക്കൊണ്ട് പോകണോ? ആ എവിടെ നിന്ന് അടിച്ചോണ്ട് പോണോ? ഷോറൂമിൽ നിന്ന് ഈ സമയത്ത് വണ്ടി കിട്ടും. ആ വൈകുന്നേരം ഇടയിലെ ഡെലിവറി എന്താണ് എന്നോട് ആരോ അധികം വൈകുന്നേര സമയങ്ങളിലാണ് ഡെലിവറി. നേരാ പോയാ പോരാന്നാ. കുഞ്ഞമ്മയുടെ വീട്ടിൽ വണ്ടി ആരടി കഴിക്കാനാ അങ്ങോട്ട് വണ്ടി കിട്ടുന്നത്. പോട്ടെ പോട്ടെ വിട്ടേള. ചെറിയ കേസൊക്കെ വിട്ടേള. ഇടിച്ചു തീർക്കേണ്ട കേസ് വരുമ്പോൾ ഞാൻ പറയാം. തൂക്കടാ അവനെ. പക്ഷി നീ കുമ്മട്ടി മേടിച്ചല്ലേ? അല്ലെങ്കിൽ നിന്നോടെല്ലാം പറയുന്നത് എനിക്ക് മനസ്സിലാവും. തട്ടിയോ? തട്ടിയതാണോ? ഇത്ര നന്മകൾ ഞങ്ങളാലോ ഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളാലോ ഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇൻഡിക്കേറ്റർ പാണ്ടി പന്നപ്പാണ്ടി. പക്ഷേ ഇത് പച്ചക്കറി കയറ്റിട്ട് പോണേ. ആ ഒരു കാര്യമില്ലാത്ത റോഡ് വരെ ടാർ ചെയ്തിടും. ഫുൾ ടാർ. കുമ്മിട്ടിക്കാ അത് മേടിക്കണ്ടേ? 4, 3, 7 കുഞ്ഞ് 7, 3, 10 എടുത്താൽ മേടിക്കുള്ളൂ. പെരുമ്പാവൂർ അപ്പുറം ആ കടയിൽ നിന്ന് മേടിക്കണം. ഏതാണ് പെരുമ്പാവൂർ കഴിഞ്ഞിട്ട് പാത്തിപ്പാലം കഴിഞ്ഞിട്ടുള്ള കടയിലെ ലെഫ്റ്റ് സൈഡ്. അതിന് കയ്യിൽ എത്ര വേണ്ടി? എൻ്റെ ഞാൻ എത്ര 150 ഉണ്ട്. 150 ഇല്ല. നമുക്കേ ഇങ്ങോട്ട് പോകാൻ നേരത്തെ നേരത്തെ ഇറങ്ങട്ടോ.
അങ്ങോട്ടേക്കാണ് മലപ്പുറം വന്നെടുത്ത് എടുക്കാൻ പോകുന്നത്. ആ സുരഫിലൊന്ന് കയറാം. സുരഫില് അത് അവരൊന്ന് ഒട്ടിച്ച് തരുമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നോക്കാം. അതുപോലെ കോട്ടയം പോകുമ്പോൾ സംക്രാന്തിയിലൊന്ന് കയറിക്കും. അപ്പൻ്റെ കൂടെ പോയപ്പോൾ ഞാൻ കയറാൻ പറ്റും. അങ്ങനെ അപ്പനാണ് അവിടെ നിർത്താൻ സമ്മതിക്കുന്നില്ല പുള്ളി. അത് ഇവിടുന്ന് പോകുമ്പോൾ പറഞ്ഞിട്ടാ പോയാൽ അവർ വരുമ്പോൾ എന്നാ വെച്ചാൽ അവർക്ക് അതിൻ്റെ ആ കട്ടിങ് ഇതൊക്കെ ഒറ്റയടിക്ക് മനസ്സിലാവും ഏതാളുകൾ വേണം എന്തെന്നുള്ളത്. അതിൽ ചില ഏരിയയിൽ ബോർഡർ കൊടുക്കണം. ചുമ്മാ പ്ലെയിനായിട്ട് അങ്ങോട്ട് ഇരിക്കാണ്ടേ അതൊരു ഭംഗിയാണ്. തേങ്ങയുടെ നെല്ല് പുഴുങ്ങണേൻ്റെ നെല്ല് പുഴുങ്ങണേൻ്റെ അത് ചില നെല്ല് പുഴുങ്ങണ നല്ല സ്മെല്ലാണ്. അല്ല നെല്ല് പുഴുങ്ങാൻ പൊതുവെ അല്ലെങ്കിൽ നല്ല സ്മെല്ലാട്ടോ. മറ്റേ കീടൻ വറക്കണ മണമാണോ നെയ്യുടെ? ഇല്ല അത് ഇതല്ല. ഇവിടെ ഈ ഏരിയയിൽ ഇതുണ്ടെന്നേ നെല്ല് പുഴുങ്ങണ സ്ഥലം ഇഷ്ടമാണ്. അതിൻ്റെ സ്മെല്ല. അതിൽ നല്ല കുത്തിരി ചോറ് നമ്മളൊക്കെ പാടത്തുനിന്ന് കൊയ്തെടുത്ത് ഉണക്കിയെടുത്ത നെല്ലൊക്കെ കുത്തിരി വിളമ്പി വെച്ച് കഴിയുമ്പോൾ ആ ചോറിൻ്റെ ഒരു സ്മെല്ലുണ്ട്. ആവും. ഇപ്പം പിന്നെ നമുക്ക് ഒരുപാട് ടേസ്റ്റൊന്നും തോന്നാത്ത തന്നെ വെച്ചാൽ പഴയ കാലത്തെ വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അന്നൊക്കെ 3 നേരം കഴിച്ചു, ചിലപ്പോൾ 2 നേരം കഴിച്ചു, എല്ലാം പുഴുക്ക് കിഴുക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ചോറ് വെച്ച് ചമ്മന്തി കിട്ടുമ്പോൾ ഒരു സുഖമായിരുന്നു. ഇപ്പം 3 നേരത്തിനുള്ള 6 നേരം തിന്നുകയും ചെയ്യും. പിന്നെ ഇടയ്ക്ക് കിട്ടണത് തട്ടും. വയറിന് ടെസ്റ്റില്ല. പിന്നെ തിന്നാൻ രുചിയില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ. പിന്നെ അന്നൊക്കെ അമ്മിയിൽ അരച്ചോണ്ടിരുന്ന സാധനം ഇപ്പം മിക്സിയിലും റെഡിമെയ്ഡൊക്കെ മേടിച്ചിട്ടുണ്ടാകണം. അപ്പം അതിൻ്റെതായ ഗുണം ക്വാളിറ്റി ഒക്കെ ഉണ്ടാവും. എന്ന് വിചാരിച്ചപ്പോൾ ഉള്ള പിള്ളേരുടെ അമ്മിക്കല്ലെല്ലാം അരയ്ക്കാൻ അവർ അമ്മിക്കല്ല് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അതൊക്കെ എടുത്ത് ഫ്രൈ ചെയ്ത് വയ്ക്കണം ഫോട്ടോയിൽ. അമ്മിക്കല്ല്, കാളവണ്ടി, തേങ്ങയൊക്കെ ഇപ്പോൾ ഫോട്ടോ എടുത്ത് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഡിമാൻഡ് ഉണ്ടാവും ഫോട്ടോയ്ക്ക്. പഴയ 1 രൂപ 2 രൂപ നോട്ടിനൊക്കെ ഡിമാൻഡുള്ള പോലെ. അടിപൊളി നല്ല ബ്ലോക്കാണ്. അങ്ങേറ്റ പോലെ. ആ വേണ്ട ഇപ്പോൾ പോണോടത്തേക്കേ പോയാൽ ചേച്ചിമാരുടെ കട ഉണ്ടോ നോക്കിയാൽ കേട്ടോ. കഴിയോ എല്ലാം കയറണില്ല, ഉണ്ടോന്ന് നോക്കിയാൽ മതി. വീട്ടിലേക്ക് പോവാം. എന്നാ പുകയുടെ തുപ്പണേ. അതെ ആരോ വന്നിട്ടുണ്ട്. ഏതോ കമ്പനിയിൽ നിന്ന് ഇത്ര പുക പോകില്ല. ഏതോ വെട്ടമണിയാൻ വന്ന എന്റെ ബ്ലോക്കാണ്. കടയുണ്ടോ? ഇതല്ലേ അതുണ്ടോ? സെയിം ഷോപ്പ് തന്നെയാണല്ലോ. ആണോ? വേറെ മാറ്റമൊന്നുമില്ലോ. കേരള ഓണടിക്കാണ്ട് കയറിയിട്ട് തട്ട് കെട്ടിയണ്ട. വണ്ടിക്കാരൻ എന്താ നോക്കിയാണ് ചേട്ടാ പോട്ടേട്ടാ. അവര് സംസാരിക്കണ കേട്ട്
അത് ലെഫ്റ്റ് സൈഡിൽ വണ്ടി, ലെഫ്റ്റ് സൈഡിൽ വണ്ടി. ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ടായാലും ഈ ആൾക്കാർ ചുമ്മാണ്ടാണ് ബ്ലോക്കാണ്. റുക്മ ഇപ്പൊ പറഞ്ഞത് OnePlus. വിളിക്കാറുണ്ടോ? സമയം എത്രയാടാ? 10 മണി. വിളിക്കാറുണ്ടോ? വിളിച്ചിട്ട് കുറച്ച് ദിവസമായി. പോയപ്പിന്നെ ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചോളൂ. ഒരു പ്രാവശ്യം വിളിച്ചിട്ട് എടുത്തില്ല. പിന്നെ പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്, തിരക്കാന്നാ പറഞ്ഞു. കല്യാണത്തിന് പോലും ചിലപ്പോഴാണ് വരുള്ളൂ. കല്യാണം റോഹിച്ചാൻ്റെ മോൻ്റെ. അവള് വരുമോ? മേഴ്സി പെണ്ണ് വരുമോ? അവള് ജൂണിലോ ജൂലൈയിലോ വരുക. അലയം വല്ല അലയം വന്നാണ് എന്നാ പെണ്ണാക്കി അടിക്കാനാ? പുള്ളിയുടെ ചേട്ടനോ അവൻ്റെ കല്യാണത്തിന് വന്നത് പുള്ളി നല്ല എന്തൊക്കെ വന്നാലാണെങ്കിൽ ആ ചെറുക്കൻ പഠിക്കാൻ പോയപ്പോൾ പുള്ളി അലയൻ കയ്യില്ലാത്ത കാശിലേക്ക് കൊടുത്തു വിട്ടതാണ്. ആ റിക്സം പോയ നേരത്ത് ഒരു 10,000 രൂപ കൊടുക്കാം പുള്ളിക്ക്. TS15F. ഈ TS എവിടെ ആയിരിക്കും? തെലുങ്കാന TL അല്ലേ ഉള്ളൂ. അങ്ങനെ നടക്കുന്നില്ല. ആ അതെ വന്നടാ, വിമാനം വന്നടാ, വിമാനം വന്നടാ. എവിടെ അത് കിട്ടുമോ നീ? ശിവരാത്രി മലപ്പുറം കണ്ട എവിടെ? ഏട്ടൻ അങ്ങോട്ട് എന്റെ കണ്ണില്ല. അവിടെയാ ശിവരാത്രി? ആ ഇത് കാലിന്റെ ശിവരാത്രി. ആ ഫ്ലൈറ്റ് കിട്ടൂടാ? ആ ഫ്ലൈറ്റായിട്ട് ഇപ്പോൾ തോന്നില്ല.